വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ മൂവി ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ആവേശത്തിൽ പോകാമെന്ന് വിചാരിച്ചു, പക്ഷേ ഇതിന് ടിക്കറ്റ് കിട്ടി, അങ്ങനെ പോയി കണ്ട സാധനമാണ്. വലിയ അങ്ങനെ എന്താ പറയുക, കുറേ എക്സ്പെക്റ്റേഷനോ അങ്ങനെയൊന്നും വെച്ചിട്ടൊക്കെ പോയി കണ്ടതൊന്നുമല്ല. പിന്നെ വിനീത് ശ്രീനിവാസൻ്റെ പടമാണല്ലോ, എന്തെങ്കിലും ഒരു ഫീല് കിട്ടുന്ന ഒരു മൂമെൻറ്റ്സ് എന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അതെനിക്ക് കിട്ടിയിട്ടുമുണ്ട്. കുറച്ച് ചെറിയ ഭാഗങ്ങളൊക്കെ സ്റ്റാർട്ടിങ് തന്നെ പല ഭാഗങ്ങളും എനിക്ക് അങ്ങോട്ട് സെറ്റായിട്ടില്ല. പ്രണവിനെ ചില സീൻസൊക്കെ എനിക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നി. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം ഭയങ്കര ഒരു ഡൈസായിരുന്നു, ഭയങ്കര കിടിലൻ ഫീലായിരുന്നു. ഈവൻ ഇൻ്റർവെല്ല് എൻഡ് ആയത് തന്നെ ഞാൻ വിചാരിച്ച സത്യം പറഞ്ഞാൽ പടം കഴിഞ്ഞെന്ന്. അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള പടമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇൻ്റർവെല്ലിന് ശേഷം നിവിൻ പോളിയൊക്കെ ഉണ്ട്, വേറെ ലെവലാക്കുന്നുണ്ട്. ഏറ്റവും ഓരോ സീന്, പിന്നെ കുറേ ഇതിൽ റെഫറൻസ് ഉണ്ട്. ഓരോ കാര്യങ്ങളും ഫിലിമിലുള്ള ഓരോ കാര്യങ്ങളും കുറേ കാര്യങ്ങളും ഇങ്ങനെ റെഫറൻസ് പോകുന്നുണ്ട്. അതൊക്കെ നല്ല രസമുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിലും ചിരിച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും ഇത് മറ്റേ ആ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ലാസ്റ്റിലേക്ക് കാണാൻ ഭയങ്കര രസമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. അതായത് സാധാ പടം പോലെയല്ല, ചെറിയൊരു വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നും. ലൈക്ക് നമ്മൾ റീൽസ് നോക്കുന്ന പോലെ പെട്ടെന്ന് ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ചിരിക്കും, പെട്ടെന്ന് സങ്കടം, ആ ഒരു ടൈപ്പ് സാധനങ്ങളൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. എന്നിരുന്നാലും നമുക്കിങ്ങനെ എനിക്ക് പേഴ്സണലി കുഴപ്പമില്ല, നല്ല രസമായിട്ട് തോന്നി. ഓവറോൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ 2 ഫ്രണ്ട്സ് ഉണ്ടാവും. ഒരാൾ മ്യൂസിക് ഡയറക്ടറും പിന്നെ ഒരാൾ ഫിലിം ഡയറക്ടറുമാണ്. അപ്പോൾ അതിങ്ങനെ അവരുടെ ഇങ്ങനെ ലൈഫ് സ്റ്റോറിയാണ് കാണിക്കുന്നത്. നല്ല രസമുണ്ട്, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പഴയ കാലഘട്ടം മുതൽ പിന്നെ ഇപ്പോഴത്തേക്ക് വരുന്ന ഒരു രീതിയിലാണ്. വയസ്സന്മാരാണ് ലാസ്റ്റിലേക്ക് ഫിലിം ഡയറക്റ്റ് ചെയ്യണമൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടിരിക്കാൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഫാമിലി ആയിട്ട് പോയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നല്ല പടമാണ്, നല്ല രസമായിട്ട് കണ്ടിരിക്കാം. ആവേശം എനിക്ക് പോയി കാണണം, ആവേശം എന്താ അവസ്ഥ എന്നറിയില്ല. കുഴപ്പം വന്നതെന്ന് പറഞ്ഞാൽ പ്രണവിന് എനിക്ക് ഭയങ്കരമായിട്ട് മോഹൻലാൽ ഫീൽ തോന്നി. പല സീനിലും മോഹൻലാൽ ആണെന്ന് വരെ തോന്നിപ്പോയി. പക്ഷേ ആളുടെ അഭിനയം മോഹൻലാലിൻ്റെ അടുത്ത് എത്തില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. പിന്നെ വെള്ളമടിച്ച സീനിലൊക്കെ ഇങ്ങനെ വളരെ ബോറായിട്ട് എനിക്ക് തോന്നി. ധ്യാന് അവൻ്റെ എല്ലാ സീനും ഒരുവിധം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പിന്നെ അജു വർഗീസ് ആണെങ്കിലും ഇതിൽ കുറേ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീല് പോയി പോകും, അതിനോട് ഞാൻ പറയുന്നില്ല. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ചില സീൻസൊക്കെ നമുക്ക് ഇങ്ങനെ സ്പൂഫൊക്കെ പോലെ തോന്നും, ആരെങ്കിലും കളിയാക്കുന്ന പോലെയോ ആ ഒരു ഫീലൊക്കെ തോന്നും. ചിലവർക്ക് ചിലപ്പോൾ ക്രിഞ്ചായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ എല്ലാ സീൻസൊന്നും ക്രിഞ്ചായിട്ട് തോന്നിയിട്ടില്ല. ഫസ്റ്റ് ഹാഫൊക്കെ എനിക്ക് ലൈക്ക് ഇങ്ങനെ ചില കിടില സീൻ ഉണ്ടാവും, പക്ഷേ കിടിലൻ മീൻസ് കോമഡി അങ്ങനെ എന്തെങ്കിലും സീൻ ഉണ്ടാവും, പക്ഷെ ചെറിയൊരു താഴ്ച ഉണ്ടാവും. ചെറുതല്ല, നല്ലൊരു താഴ്ച ഉണ്ടാവും. ചില ഭയങ്കര പവർ സീൻ ഉണ്ടാവും. അങ്ങനെ ഞാൻ ഫിലിം ഫസ്റ്റ് കണ്ടപ്പോൾ അയ്യോ ഇത് എങ്ങോട്ടാ പോവുക എന്നുള്ള ഫീല് തോന്നി. പക്ഷെ അവസാനത്തേക്ക് നല്ലൊരു എൻഡിങ് ആണ്. ഭയങ്കര കിടിലൻ പടം എന്നൊന്നും ഞാൻ പറഞ്ഞില്ലെങ്കിലും നല്ല പടമാണ്, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടിട്ട് എന്തായാലും അഭിപ്രായം പറയാം. നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. സബ് ചെയ്യാൻ മറക്കരുത്. നമ്മളിങ്ങനെ ഓരോ റിവ്യൂസ് ഒക്കെ ഇടും. അപ്പോൾ കാണാം. ശരി.